നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലവർഷം 1200 ഇടവ മാസം 10 അതായത് ശകവർഷപ്രകാരം 1947 ജ്യേഷ്ഠമാസം 3 ശനിയാഴ്ച കൃഷ്ണപക്ഷ രേവതി നാളിൽ ദ്വാദശി തിഥിയും രേവതി നക്ഷത്രവും വരുന്ന ആയുഷ്മാൻ നിത്യയോഗം വരുന്ന ശനിയാഴ്ച 24/5/2025 സൂര്യോദയം വരുന്നത് 5:45 AM സൂര്യ അസ്തമനം വരുന്നത് 6:26 PM. രാഹുകാലമാകട്ടെ 8:55 AM മുതൽ 10:30 AM വരെയും ഗുളികകാലം 5:45 AM മുതൽ 7:20 AM വരെയും യമകണ്ഠകാലം 1:40 PM മുതൽ 3:15 PM വരെയും അഭിജിത്ത് മുഹൂർത്തം 11:41 AM മുതൽ 12:03 PM വരെയും 12:07 PM മുതൽ 12:29 PM വരെയും തുടരുന്നു. ചന്ദ്രാഷ്ടമം വരുന്നത് ചിങ്ങം രാശിക്കാർക്കാണ്. ഇനി ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുന്നത് അഷ്ടമശനി, കണ്ടകശനി, ജന്മശനി, ഏഴര ശനി, അതുപോലെ തന്നെ നമ്മളുടെ ശനിയുടെ ദശാകാലമുള്ളവരെ, ശനിയുടെ അപഹാരകാലമുള്ളവരെ, ഇപ്പം രാഹുകേതുവിൻ്റെ മാറ്റം വന്നപ്പോൾ രാഹുവിൻ്റെ മാറ്റത്തെ നമ്മൾ ശനിയുടെ മാറ്റം പോലെ, ശനി ഒരു രാശിയിൽ നിന്നാൽ എന്ത് ഗുണമാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം ദോഷങ്ങൾ വരുമോ അതെല്ലാം രാഹുവിനെ കൊണ്ടും നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ ഈ രാഹുകേതു മാറ്റം ഇപ്പോൾ 18 തീയതി വന്നിട്ടേ ഉള്ളൂ, ഒരാഴ്ചയായിട്ടുള്ളൂ. അപ്പോൾ ആ രാഹുവിൻ്റെ മാറ്റത്തിനും അനുസരിച്ചിട്ട് മാറ്റത്തിന് നമുക്ക് നാഗദേവതകളെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ശനീശ്വരനെ പ്രാർത്ഥിച്ചാൽ എല്ലാ കഷ്ടതകളും മാറുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ശനിയാഴ്ചയായതിനാൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ധർമ്മശാസ്താവിന്, ശനിയുടെ കാരകത്വമുള്ള ധർമ്മശാസ്താവിന് നീരാഞ്ജനം തെളിച്ച് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ നാളികേര ദീപമൊക്കെ തെളിക്കുന്നത് നല്ലതാണ്. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. വീട്ടിലമാല, വടമാല, അവിൽ നിവേദ്യമൊക്കെ കൊടുത്ത് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഹനുമാൻ സ്വാമിയെ ഓം ശ്രീം കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമിനെ നമ എന്ന മന്ത്രം ചൊല്ലി നമുക്ക് 108 പ്രാവശ്യം സ്വാമിയുടെ മന്ത്രം ചൊല്ലിയാൽ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. അപ്പോൾ ഹനുമാൻ സ്വാമിയെ നമുക്ക് പ്രാർത്ഥിക്കാം. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടത്തി തരാൻ ആഞ്ജനേയ സ്വാമിയെ ഉപാസിക്കുന്ന, സ്വാമിയെ പ്രാർത്ഥിക്കുന്നതൊക്കെ എല്ലാ ശനിദോഷങ്ങളും മാറുന്നതിന് സഹായകമാകും. ഹനുമാൻ ചാലിസ വായിക്കുന്നത്, അതുപോലെ തന്നെ മനോജപം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം വാനർ സൂതമുഖം, അതുള്ള ആ വരികൾ ചൊല്ലുന്നത്. അതുപോലെ ശാസ്താവിനെ, ധർമ്മശാസ്താവാണെങ്കിൽ ധർമ്മത്തിൻ്റെ ആ എല്ലാ ശാസ്ത്രത്തിൻ്റെ അധിപനായ എല്ലാ ശനിദോഷങ്ങളും കലിയുഗ വരദായകനായ ധർമ്മശാസ്താവിനെ ഓം ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാൽപര രക്ഷ രക്ഷ മഹാഭോഗോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ എന്ന് ധർമ്മശാസ്താവിൻ്റെ സ്തുതികൾ ചൊല്ലിയാലും, അതുപോലെ വിഷ്ണുമായ സ്വാമി 390 ആണുള്ളത്. അതിലേറ്റവും ചെറിയ ആളായ വിഷ്ണുമായ സ്വാമി പെട്ടെന്ന് അനുഗ്രഹം തരുന്ന വിഷ്ണുമായ സ്വാമിയെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ കരിങ്കുട്ടി സ്വാമിയെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. വിഷ്ണുമായ സ്വാമിയുടെ വാഹനമാണെങ്കിൽ ഇത് പോത്താണ്. അതുപോലെ തന്നെ കരിങ്കുട്ടി സ്വാമിയുടെ വാഹനമാണെങ്കിൽ കാളയാണ്. ശൈവഭാവം കൂടുതലുള്ളതാണ് കരിങ്കുട്ടി സ്വാമി. പെട്ടെന്ന് കാര്യസാധ്യം തരുന്ന ഈ സ്വാമിമാരെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഫലം കിട്ടുന്നതാണ്. ഉപാസന ചെയ്യാൻ നമുക്ക് അസാധ്യമായ കാര്യങ്ങൾ പെട്ടെന്ന് സാധ്യമാക്കി തരുന്ന ചത്തൻ സ്വാമിമാരെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. തൃപ്രയർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ചത്തൻ ഭണ്ഡാരത്തിൽ പണമിട്ട് പൈസ 101 രൂപയോ 11 രൂപയോ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഒരുപാട് ക്ഷേത്രങ്ങളിൽ സ്വാമിയെ പൂജകൾ ചെയ്യുന്നുണ്ട്. ഓരോരുത്തരുടെയും കുടുംബക്ഷേത്രം ആവണംകോട്ട് സ്വാമി വിഷ്ണുമായ സ്വാമി ക്ഷേത്രമുണ്ട്, കനാടി മഠമുണ്ട്, കാരണയിൽ മഠമുണ്ട്, ദേവസ്ഥാനമുണ്ട്, പെരിങ്ങോട്ടുകര
ദേവസ്ഥാനം, ഇവിടെയൊക്കെ സ്വാമി, അതുപോലെ തന്നെ കാളിയാർ മഠം, ഒരുപാട് സ്വാമിമാരുടെ മഠങ്ങളും ആരാധനാലയങ്ങളുമുണ്ട്. അവിടെയൊക്കെ പോയി പ്രാർത്ഥിക്കാം. അതുപോലെ അവനവന് തന്നെ വീടുകളിൽ തന്നെ സ്വാമിയെ ആരാധിക്കുന്നവരുണ്ട്. അപ്പോൾ ആ സ്വാമിയെ വെച്ച് സേവ ചെയ്യുന്നവര് ആ സ്വാമിക്ക് കവളാചാര പ്രകാരമുള്ള നിവേദ്യമൊക്കെ കൊടുക്കുന്നതിന് പറ്റിയ ദിവസമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ശനിയാഴ്ച ദിവസമാണ്, അതും കൃഷ്ണപക്ഷത്തിലെ ശനിയാഴ്ച, അഷ്ടമി നാള്, അമാവാസി നാളിലൊക്കെ നിവേദ്യം കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഉപാസനാ ബലം കൂട്ടി അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കി തരുന്ന, എല്ലാ ശനിദോഷവും മാറ്റിത്തരുന്ന, എല്ലാ രാഹുകേതു ദോഷമൊക്കെ മാറ്റിത്തരുന്ന ദേവതയായ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്ന നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനമായ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ ഈ ദിവസത്തെ കറുപ്പോ കരിനീലയോ കറുത്തോ വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് ശനി ആചരിക്കുമ്പോൾ കൂടുതൽ ഗുണഫലങ്ങൾ വന്നു ചേരുന്നതാണ്. പിന്നെ ഏകാദശി ഇന്ന് തീരുകയാണ്, ദ്വാദശി തുടങ്ങും. അപ്പോൾ ദ്വാദശി പണമൊക്കെ സമർപ്പിക്കുന്നതിനുള്ള ഏകാദശി വ്രതം എടുത്തവർ ദ്വാദശി പണമൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഗ്രഹനില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ നിൽക്കുന്നത് ഇടവൻ രാശിയിലാണ്, സൂര്യനും ഉദയവും വന്നിരിക്കുന്നത് ഇടവൻ രാശിയിലാണ്, ചന്ദ്രൻ നിൽക്കുന്നത് മീനൻ രാശിയിലാണ്, രേവതി നക്ഷത്രമായതുകൊണ്ട് ചൊവ്വ കർക്കിടകത്തിലാണ്, ബുധൻ മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് രാശിമാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുരു മിഥുനത്തിൽ തന്നെയാണ്, ശുക്രനും മന്ദനും വന്നിരിക്കുന്നത് മീനൻ രാശിയിലാണ്, സർപ്പി കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലുമാണ്. അപ്പോൾ ഈ വക പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നത് ഈ ഗ്രഹങ്ങളെയൊക്കെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് യഥാശക്തി ഗ്രഹങ്ങളുടെ സ്ഥാനം അനുസരിച്ചിട്ട് ഇവരെന്തൊക്കെ ഗുണഫലങ്ങളാണ് 27 നക്ഷത്രക്കാർക്കും ചെയ്യുന്നത്. ഗുളികോദയമാണെങ്കിൽ ഇടവൻ രാശിയിൽ തന്നെയാണ്. അപ്പോൾ ഈ ഗ്രഹനില പ്രകാരം 27 നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഗുണഫലങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എല്ലാവരും അവനവൻ്റെ ശക്തിക്കൊത്ത ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച്, കുടുംബ ദേവതയൊക്കെ പ്രാർത്ഥിച്ച് കഷ്ടതകളെല്ലാം മാറ്റി സന്തോഷവും സമാധാനപൂർണ്ണവും ഐശ്വര്യപൂർണ്ണമായ ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചിന്തയിൽ ഒതുങ്ങാത്ത വിഷയങ്ങളൊക്കെ തലയിൽ എടുത്തു വെച്ച് അതിൻ്റെ ഭാരം കൂട്ടി അവസാനം ആ വിഷയങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനത്തിനായിട്ട് ആ വിഷയങ്ങൾ ചിലപ്പോൾ ഉപേക്ഷിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അവനവൻ്റെ ചിന്തയിൽ ഒതുങ്ങുന്ന കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ആ വിഷയങ്ങൾ മനസ്സിലിട്ട് നീറ്റുന്നത് മതി. അല്ലാതെ അനാവശ്യ ചിന്തകളിൽ നിന്നും മനസ്സിനെ മാറ്റി നിർത്തുന്നത് നന്നായിരിക്കും. പണയപ്പെടുത്തി ആധാരം തിരച്ചെടുക്കുവാനുള്ള ശ്രമമൊക്കെ തുടങ്ങും. അതിനുള്ള അവസരം വന്നു ചേരും. ഈശ്വര ആരാധനകളും മാർഗതടസ്സങ്ങൾ തീർക്കുവാനും ഏറെക്കുറെ കാര്യനിവൃത്തിക്കുമൊക്കെ വഴി ഒരുക്കും. ശാസ്താക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുമ്പോഴൊക്കെ അതുപോലെ തന്നെ ഇഷ്ടദേവതയെയും രാശിദേവതയും ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹം വന്നു ചേരുന്ന ദിവസമാണ്. അധ്വാന ഭാരത്താൽ പലപ്പോഴും അവധിയെടുക്കാനുള്ളൊരു സാഹചര്യം വന്നു ചേരും. അപ്പം അതുപോലെ തന്നെ കഫ ഉദര രോഗങ്ങൾക്ക് പ്രകൃതി ചികിത്സ അല്ലെങ്കിൽ ആയുർവേദ ചികിത്സയൊക്കെ ഗുണഫലം ചെയ്യുന്നതാണ്. വ്യക്തിപ്രഭാവത്താൽ ചിലപ്പോൾ ദുഷ്പ്രചരണങ്ങളൊക്കെ കേൾക്കാനുള്ള യോഗമുണ്ടായിരുന്നത് മാറിപ്പോവാനുള്ള സാഹചര്യവും ഉണ്ട്. കാലോചിതമായ മാറ്റങ്ങൾ പ്രവർത്തന തലങ്ങളിൽ പ്രാബല്യത്തിലൊക്കെ വരുമ്പോൾ വരുത്തുവാനായിട്ട് കാലോചിതമായ മാറ്റങ്ങൾ പ്രവർത്തന മേഖലയിൽ വരുത്തുവാൻ ശ്രമിക്കും. അതിൽ വിജയിക്കുകയും ചെയ്യും. ചുമതലകൾ വർദ്ധിക്കുന്ന വിഭാഗത്തിലേക്ക് ചിലപ്പോൾ ജോലിമാറ്റം വന്നേക്കാം. ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങളും ആശ്രയങ്ങളും പലപ്പോഴും അബദ്ധങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തി തരും. അതുല്യ പ്രതിഭകളുമായുള്ള ആത്മബന്ധം പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കുന്നതിനും ജീവിതഗതിക്ക് തന്നെ വ്യക്തമായൊരു വഴിവെട്ടിരിവുണ്ടാക്കുന്നതിനും ഉപകരിക്കും. ക്ലേശകരമായ വിഷയങ്ങളാണെങ്കിലും സ്തുത്യർഹമായ സേവനം കാഴ്ചവയ്ക്കുവാൻ സാധിക്കുന്നതിനാൽ ആത്മാഭിമാനം തോന്നും.
സന്താനങ്ങളുടെ പ്രശസ്തി അല്ലെങ്കിൽ സന്താനങ്ങളുടെ പ്രവർത്തനങ്ങൾ സ്വസ്ഥതയും സന്തോഷവും സമാധാനവും നൽകും. സന്താനങ്ങൾ ഉയരത്തിലേക്ക് എത്തുന്നത് കാണുമ്പോൾ, അത് കേൾക്കുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കും. അവരുടെ പ്രശസ്തിയും അംഗീകാരവും എല്ലാം ഇത് തൻ്റേത് തന്നെയാണല്ലോ എന്നോർത്ത് അഭിമാനിക്കുവാൻ സാധിക്കും. നിഗമനങ്ങൾ സ്ഥിരീകരിക്കുന്നതിനാൽ സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധയൊക്കെ കേന്ദ്രീകരിക്കുവാൻ സാധിക്കും. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുവാനുള്ള അവസരം പരിപൂർണമായി വിനിയോഗിക്കുന്നത് മൂലം ദിവസം അർത്ഥപൂർണമായി തീരും. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ കറുപ്പോ നീലയോ വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് സന്തോഷപൂർണമായ ഒരു ജീവിതം ഉണ്ടാകുവാൻ പ്രാർത്ഥനകൾ കൂടി ചെയ്യുമ്പോൾ എല്ലാം ശുഭ പര്യവസാനിയായി തീരുന്നതാണ്. 7:30 ശനി കാലമായതുകൊണ്ട് വ്യാഴം അത്ര അനുകൂലമല്ലാതെ നിൽക്കുന്നതിനാൽ മനസ്സ് തുറന്ന് ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത് എല്ലാവിധ ഗുണഫലങ്ങളും നൽകുന്നതിന് സഹായകമാകും. ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി ദുശ്ശീലങ്ങളൊക്കെ ഉപേക്ഷിക്കുമെന്നുള്ള ഒരു തീരുമാനമെടുക്കും. അത് വളരെ നല്ലതാണ്. പക്ഷെ തീരുമാനങ്ങൾ എത്ര ദിവസത്തേക്ക് എന്ന് പറയുന്നില്ല. എന്തായാലും ഒരു ദിവസത്തേക്കെങ്കിലും ആ തീരുമാനം പാലിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ ഗുണഫലങ്ങൾ നൽകും. ഊഹോപോഹങ്ങൾ പലതും കേൾക്കുവാൻ ഇടവരുമെങ്കിലും സത്യാവസ്ഥ അറിയാതെ പ്രതികരിക്കരുത്. നിഷ്ക്രിയരായ ജോലിക്കാരെയൊക്കെ ചിലപ്പോൾ പിരിച്ചുവിട്ടേക്കാം. അതുകൊണ്ട് ജോലി വളരെ അത്യാവശ്യമാണെന്നും അതിൽ ഒരു നിഷ്ക്രിയത്വവും കാണിക്കില്ല, ഇതെൻ്റെ ചോറാണ് എന്ന് കരുതി നന്നായിട്ട് പരിശ്രമിക്കുമ്പോൾ ആ ഗുണഫലങ്ങൾ തീർച്ചയായും അനുഭവത്തിൽ വന്നു ചേരും. ശാസ്ത്രീയ വശം ശരിയാണെങ്കിലും പ്രായോഗിക വശം ചിന്തിക്കാതെ ഒന്നും പ്രവർത്തിക്കരുത്. പരസ്പര വിരുദ്ധമായ പ്രവർത്തനങ്ങൾ പരിഹാസത്തിന് വഴിയൊരുക്കും. മറ്റുള്ളവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കുവാൻ സാധിക്കും. നടപടികളിൽ കൃത്യതകൾ പാലിക്കുവാനായി നിർബന്ധിതനാകും. സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അന്തിമ നിമിഷത്തിൽ അംഗീകാരമൊക്കെ ലഭിക്കും. പൂർവിക സ്വത്ത് അനന്തരാവകാശികൾക്ക് ഭാഗിച്ച് നൽകുവാനായിട്ട് നിർബന്ധിതനാവും. ഔദ്യോഗികമായി വിദേശയാത്രയൊക്കെ ആവശ്യമായി വന്നേക്കാം. സ്ഥാപിത താല്പര്യം മറന്ന് സ്വാർത്ഥ താല്പര്യത്തോടു കൂടി ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അബദ്ധമായി തീർന്നേക്കാം. അതുകൊണ്ട് സ്വാർത്ഥ താല്പര്യത്തിന് മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് നിർത്തിവെക്കുന്നത് നന്നായിരിക്കും. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ദാമ്പത്യ ഐക്യവും ഒക്കെ ഉണ്ടാകും. ബൃഹത്തായ വികസന പദ്ധതി ആസൂത്രണ സംഘത്തിലൊക്കെ അംഗമായി തീരുവാനുള്ള അവസരം വന്നു ചേരും. സ്വതസിദ്ധമായ ശൈലി പലർക്കും മാതൃകാപരമായി എന്ന് അറിയുന്നതിൽ വല്ലാത്ത മനസ്സന്തോഷവും സമാധാനവും ഉണ്ടാവും. പഠിച്ച വിഷയത്തോടനുബന്ധമായ ജോലി ചെയ്യുവാനുള്ള സാഹചര്യം വന്നു ചേരുമ്പോൾ ദിവസം കൂടുതൽ അർത്ഥപൂർണമായി തീരുന്നതായി തോന്നും. എല്ലാ ഐശ്വര്യങ്ങളും അനുഭവിക്കാൻ രാശിനാഥിയായ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തോടൊപ്പം ധർമ്മശാസ്താവിൻ്റെയും ആഞ്ജനേയ സ്വാമിയുടെയും വിഷ്ണുമായ സ്വാമിയുടെയും കരിങ്കുട്ടി സ്വാമിയുടെയും ഒക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ഐശ്വര്യവും നിറഞ്ഞു നിന്നൊരു ദിവസമായി തീരുവാൻ സാധിക്കട്ടെ. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ മേഖലകളിലുള്ള എല്ലാ അനിഷ്ടാവസ്ഥകളും അനിശ്ചിതാവസ്ഥകളും ഒക്കെ അതിജീവിച്ച് വിജയമുണ്ടാക്കുവാൻ ഒരു കാര്യമായ ശ്രമം നടത്തും. അതിൽ വിജയിക്കുക തന്നെ ചെയ്യും. ഗ്രഹനിർമ്മാണമൊക്കെ പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നടത്തുവാനുള്ള തീയതി നിശ്ചയിക്കും. അധികൃതരുടെ പ്രീതി നിമിത്തം സ്ഥാനക്കയറ്റമൊക്കെ ഉണ്ടാകും. വസ്തു സംബന്ധമായ തർക്കങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ലഭിക്കും. വ്യാപാര വ്യവസായ മേഖലകളൊക്കെ ഒന്ന് വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി കർമ്മോത്സുകരായവരെയൊക്കെ നിയമിക്കും. കുറച്ചുകൂടി തനിക്ക് നന്നായി അറിയുന്ന കുറച്ച് പേരെ നമ്മുടെ പ്രവർത്തനത്തിൽ പങ്കാളികളോ ആശ്രിതരോ ആക്കുവാൻ ശ്രമിക്കും. അല്ലെങ്കിൽ അവർക്കും കൂടി ജോലി നൽകുന്ന ഒരവസരം വന്നു ചേരും. പട്ടണത്തിലൊക്കെ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൂട്ടുവാൻ അല്പ സ്ഥലമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ വീടോ ഒക്കെ വാങ്ങുവാനുള്ള ഒരു ശ്രമം നടത്തും.
പരിശ്രമ സാഫല്യത്താൽ നേർന്നു കിടന്നിട്ടുള്ള വഴിപാടുകളൊക്കെ മുടക്കം വന്നിരിക്കുന്ന വഴിപാടുകളൊക്കെ ചെയ്തു തീർക്കാനുള്ള ഒരു ശ്രമം നടത്തും. ക്രിയാത്മക നടപടികൾക്ക് മേലധികാരികളുടെ ആത്മാർത്ഥമായ അനുമോദനമൊക്കെ ലഭിക്കും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന രേഖകളൊക്കെ തിരിച്ചു ലഭിക്കുവാനുള്ള ഒരവസരമാണ്. കീഴ്ജീവനക്കാരുടെ പിൻബലത്താൽ പുതിയ കരാർ ജോലിയിലൊക്കെ ഒപ്പുവയ്ക്കും. സ്വയം ഭരണാധികാരം ലഭിച്ചതിനാൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ച് സർവകാര്യങ്ങളിലും ലക്ഷ്യപ്രാപ്തി നേടുവാൻ സാധിക്കും. അനാവശ്യമായ ആധിയൊക്കെ ഒഴിവാക്കി സമാന ചിന്താഗതിയിലുള്ളവരുമായി സംസർഗത്തിൽ ഏർപ്പെടുകയും അതുവഴി ജീവിതം അർത്ഥപൂർണമായി തീരുകയും ചെയ്യും. സന്താനങ്ങളുടെ കാര്യത്തിലും കുടുംബങ്ങളുടെ കാര്യത്തിലുമൊക്കെ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിനാൽ ഗ്രഹത്തിലും സന്തോഷവും സമാധാനവും നിലനിർത്തിക്കൊണ്ടുപോകുവാൻ സാധിക്കും. ഒരു ശുഭദിനമായി തീരട്ടെ ഈ ദിവസം എന്ന് ആശംസിക്കുന്നു. ധർമ്മശാസ്താവിനെയും ആഞ്ജനേയ സ്വാമിയെയും വിഷ്ണുമായ സ്വാമി ചത്തൻ സ്വാമിമാരെയൊക്കെ പ്രാർത്ഥിക്കുവാനുള്ള അവസരം പാഴാക്കാതിരിക്കുക. എല്ലാ ശനിദോഷങ്ങളും കണ്ടകശനി കാലമായതുകൊണ്ട് ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണഫലങ്ങൾ നൽകുന്നതാണ്. കർമ്മരംഗത്ത് വന്നേക്കാവുന്ന എല്ലാ കഷ്ടതകളും മാറ്റുവാൻ ശനിയാഴ്ച ദിവസം ശനീശ്വരന്മാരെ പ്രാർത്ഥിക്കുമ്പോൾ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായ ആധിയൊക്കെ ഒഴിവാക്കി നല്ല പ്രവർത്തനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതോടുകൂടി പുതിയ ആശയങ്ങളൊക്കെ സ്വീകരിക്കുവാനുള്ള ഒരു അവസരം വന്നു ചേരും. അതുപോലെ തന്നെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ദുർവാശിയുള്ള സന്താനങ്ങളെ നിയന്ത്രിച്ച് അവർക്ക് വേണ്ടത്ര നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ ഒക്കെ നൽകുവാനായിട്ട് ചിലപ്പോൾ കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം വന്നു ചേരും. അതിനുള്ള സഹായമൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. അതിന് വേണ്ട സഹായം മറ്റുള്ളവരുടെ മുതിർന്നവരുടെ സഹായം കൂടി തേടുന്നതിൽ തെറ്റില്ല. ശ്രമകരമായ പ്രവർത്തനങ്ങളെല്ലാം ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിച്ചേരും. വിവര സാങ്കേതിക വിദ്യയിൽ പുതിയ കണ്ടെത്തലുകൾക്കൊക്കെ നമ്മളും കൂടി പങ്കാളിയാകും. ആധ്യാത്മിക ചിന്തകളിൽ സേവന പ്രവർത്തനങ്ങളിലൊക്കെ വ്യാപൃതരാകും. ആർഭാടങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് വഴി അല്പം ധനം ലാഭം വയ്ക്കുവാൻ സാധിക്കും. സുവ്യക്തമായ തെളിവുകൾ ലഭിച്ചതിനാൽ അന്യരെ പറ്റിയുള്ള അബദ്ധധാരണകളൊക്കെ ഒഴിഞ്ഞു പോകും. തൃപ്തിക്കുറവിനാൽ നിലവിലുള്ള പാഠ്യപദ്ധതി അല്ലെങ്കിൽ പുതിയ പ്രവർത്തന രീതിയൊക്കെ ഉപേക്ഷിച്ചിട്ട് കൂടുതൽ കാര്യപ്രാപ്തമായ രീതിയിൽ, അതായത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന മാറ്റങ്ങൾ പ്രവർത്തന മേഖലയിൽ വരുത്തി പ്രവർത്തന മേഖല കുറച്ചുകൂടി ലളിതമാക്കി കൊണ്ടുപോകുവാൻ സാധിക്കും. അതുപോലെ തന്നെ മാതാപിതാക്കളെ അനുസരിക്കുക, ആദരിക്കുക, അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ വേണ്ട വിധത്തിൽ നിറവേറ്റുക. അങ്ങനെ അവരുടെ സർവ്വ ആദരങ്ങൾക്കും സമാധാനത്തിനും വഴിയൊരുക്കും. കുടുംബാംഗങ്ങളുടെ നിർബന്ധത്താൽ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലുള്ള അമിതമായ ഇടപെടലുകളൊക്കെ ഒന്ന് ഉപേക്ഷിച്ച് ഉദ്യോഗത്തിലേക്ക് കൂടുതൽ നല്ല കർമ്മമേഖല കണ്ടെത്തി അതിൽ വിജയിക്കുവാനുള്ള കർമ്മം ചെയ്ത് വിജയിക്കാനുള്ള സാധ്യത ആരായും. ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയ സമീപനം പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ അതിജീവിച്ച് സർവകാര്യ വിജയത്തിനും വഴിയൊരുക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂല സാഹചര്യവും അവരുടെ ഉന്മേഷവും ഉത്സാഹവുമൊക്കെ വർദ്ധിക്കും. പുതിയ വിദ്യാലയത്തിലേക്കൊക്കെയുള്ള പ്രവേശനം വളരെ ബുദ്ധിമുട്ട് കൂടാതെ പ്രവേശനം നടന്നു കിട്ടിയതിൽ ദൈവത്തിന് നന്ദി പറയും. പുതിയ കോഴ്സുകളൊക്കെ പഠിക്കുന്നവർ അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുഗമമായി തീരുവാൻ വേണ്ട പ്രാർത്ഥനകൾ ചെയ്യുന്നത്, ഈശ്വര വിശ്വാസം വളർത്തുന്നത്, ഒരു ഉപാസനാമൂർത്തികളൊക്കെ ഉപാസിക്കുന്നത്, വിഷ്ണുമായ സ്വാമി, ചത്തൻ സ്വാമി, ശനീശ്വരൻ, ധർമ്മശാസ്താവ്, ആഞ്ജനേയ സ്വാമി ഇവരെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ശനിദോഷം കൊണ്ടും രാഹുദോഷം കൊണ്ടും ഒക്കെ ഉണ്ടാവുന്ന ദോഷങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടുകയും
നല്ല ഗുണഫലങ്ങൾ വന്നു ചേരുകയും ചെയ്യും. ഇപ്പോൾ എല്ലാ ശനിദോഷമൊക്കെ മാറി നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ശനിദശാകാലത്തിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ശനിയുടെ അപഹാരകാലത്തിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉള്ളവർക്ക് ദുർഗാദേവിയെയും ആഞ്ജനേയ സ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നത് വഴി എല്ലാം ശുഭമായി തീരുന്നതാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയ സമീപനം പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ അതിജീവിച്ച് സർവകാര്യ വിജയങ്ങൾക്കൊക്കെ വഴിയൊരുക്കും. ഭരണ സംവിധാനത്തിലെ അപര്യാപ്തകളൊക്കെ പരിഹരിക്കാനായിട്ട് വിദഗ്ധോപദേശമൊക്കെ തേടും. ജീവിത പങ്കാളിയുടെ ആശ്വാസവചനങ്ങൾ പലപ്പോഴും യുക്തമായ തീരുമാനങ്ങൾ സ്വീകരിക്കുവാൻ സഹായിക്കും. സുഹൃത്തിൻ്റെ സമയോചിതമായ ഇടപെടലുകളാൽ ഭീമമായ നഷ്ടങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടുവാൻ സാധിക്കും. നിരപരാധിത്വം തെളിയിക്കുവാൻ സാധിക്കുന്നതിനാൽ ആരോപണങ്ങളിൽ നിന്നൊക്കെ കുറ്റവിമുക്തി ഉണ്ടാകും. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ധനാഢ്യനായി ജീവിക്കുന്നതിൽ ആശ്ചര്യമുളവാകും. മറ്റുള്ളവർക്ക് വേണ്ടത്ര നിർദ്ദേശവും ഉപദേശവും ഒക്കെ കൊടുക്കുവാനുള്ള അവസരം വന്നു ചേരും. അത് വളരെ ഭംഗിയായി ചെയ്യുവാൻ സാധിക്കും. അതുപോലെ തന്നെ കീഴ്വഴക്കം മാനിച്ച് പൂർവാചാര പ്രകാരം പ്രവർത്തിക്കുന്നതിനാൽ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും നിലനിന്നു പോകുവാൻ സാധിക്കും. മനസാക്ഷിക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ഉൾപ്രേരണയുണ്ടാകും. ചിന്തയിൽ ഒതുങ്ങാത്ത വിഷയങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് മനസ്സിനെ സ്വതന്ത്രമാക്കി മാറ്റും. പണയപ്പെടുത്തിയ ആധാരമൊക്കെ തിരിച്ചെടുക്കുവാനായിട്ട് ശ്രമിക്കും. പക്വതയോടുകൂടിയ സമീപനവും ഈശ്വര വിശ്വാസവും മാർഗതടസ്സങ്ങളെല്ലാം മാറ്റുന്നതിൽ, അതുപോലെ തന്നെ എല്ലാ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ ഫലപ്രാപ്തിയിൽ എത്തിക്കുന്നതിനും വഴിയൊരുക്കും. അധ്വാന ഭാരത്താൽ പലപ്പോഴും വിഷമിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഈശ്വരാരാധന അല്ലെങ്കിൽ ഈശ്വരൻ്റെ കടാക്ഷം വരികയും എന്തെങ്കിലും നന്മകൾ ആരിൽ നിന്നെങ്കിലും ഒരു ആശ്വാസ വചനമെങ്കിലും കേൾക്കുവാനുള്ള അവസരമുണ്ടാകും. ഭഗവാന്റെ സാമീപ്യം എപ്പോഴും അനുഭവപ്പെടുന്നതായി തോന്നും. ശനീശ്വരന്മാരെയും ആഞ്ജനേയ സ്വാമിയെയും ധർമ്മശാസ്താവിനെയും ചാത്തൻ സ്വാമിമാരെയും ഒക്കെ പ്രാർത്ഥിച്ച് സൂര്യഭഗവാനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ അഷ്ടമശനിയുടെ കഷ്ടങ്ങളെല്ലാം മാറി വ്യാഴം സമ്പൂർണമായി 11ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു. അവിടെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാനായി സാധിക്കും. 10ൽ സൂര്യനും ബുധനും വന്നിട്ടുണ്ട്. അപ്പോൾ ആ സൂര്യനും ബുധനും കൂടിയുള്ള നിബിഡ യോഗത്തിൽ എല്ലാം ശുഭമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികാര പരിധിയിൽപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവരെ ആത്മാർത്ഥതയോടുകൂടി പ്രാവർത്തികമാക്കാനായി കഠിന ശ്രമമൊക്കെ ചെയ്യും. അതിൽ വിജയിക്കുക തന്നെ ചെയ്യും. അവഗണിക്കപ്പെട്ട അവസ്ഥകളൊക്കെ മാറി പരിഗണിക്കപ്പെടുന്നതിനാൽ ആശ്വാസം തോന്നും. യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാത്ത ബന്ധുക്കളുടെ വിമർശനങ്ങൾക്ക് മറുപടി പറയാതിരിക്കുന്നതാണ് നല്ലത്. കുടുംബത്തിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിശ്ചിത കാലയളവിന് മുമ്പിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും വോളണ്ടറി റിട്ടയർമെൻ്റ് ഒക്കെ എടുക്കുവാൻ ചിലപ്പോൾ തോന്നും. കാരണം ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങളുമൊക്കെ പരിഹരിക്കുവാൻ വോളണ്ടറി റിട്ടയർമെൻറ്റിന് ചിലപ്പോൾ നിർബന്ധിതരാകും. അതുപോലെ തന്നെ അനാരോഗ്യകരമായ അവസ്ഥാവിശേഷത്താൽ പലപ്പോഴും അവധിയെടുത്തിരുന്നത് ഒരു വോളണ്ടറി റിട്ടയർമെൻറ്റിലേക്ക് ചിലപ്പോൾ നമ്മളെ നയിച്ചേക്കാം. ഏറ്റെടുത്ത ദൗത്യം വിജയപഥത്തിൽ എത്തിക്കുവാനായിട്ട് നന്നായിട്ട് പണിയെടുക്കേണ്ടതായ സാഹചര്യം വന്നു ചേരും. അതിന് സഹപ്രവർത്തകരുടെ സഹായവും ആവശ്യമായി വരും. വിദ്യാർത്ഥികൾക്ക് അലസതയും ഉദാസീന മനോഭാവം ഒക്കെ ഉണ്ടാകുമെങ്കിലും പ്രാർത്ഥനകളാൽ പുനഃപരീക്ഷയിലൊക്കെ വിജയസാധ്യത ഉറപ്പാകും. പണം കടം കൊടുക്കുന്നതും കടം വാങ്ങുന്നതുമൊക്കെ ഉപേക്ഷിക്കും. ജാമ്യം നിൽക്കുന്നതിനുള്ള അല്ലെങ്കിൽ ഈ ഊഹോപോഹങ്ങളിൽപ്പെട്ടുള്ള ചൂതുകളിയൊക്കെ അല്ലെങ്കിൽ ലോട്ടറിയിലൊക്കെയുള്ള അമിതമായ വിശ്വാസത്തെ ഒന്ന് കുറച്ചുകൊണ്ട് എല്ലാം ആവശ്യത്തിന് മാത്രം
മാത്രം ചെയ്യുക. അത് വളരെ ഒരു വട്ടമല്ല, ഒരു പലവട്ടം ചിന്തിച്ചിട്ട് മാത്രം അനാവശ്യമായി പണം ചിലവഴിക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ അബദ്ധത്തിൽ ചെന്നുവിടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഭക്ത്യാദരങ്ങളോടുകൂടിയ സമീപനം ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുവാനായിട്ട് സഹായിക്കും. നിലവിലുള്ള ഉദ്യോഗം ഉപേക്ഷിച്ച് മറ്റൊന്നിന് ശ്രമിക്കുന്നത് അത്ര അഭികാമ്യമല്ല. കർമ്മമേഖലയിൽ കുറച്ചുകൂടി ഉറച്ചു നിൽക്കുവാനുള്ള ശ്രമങ്ങൾ തുടർന്നു കൊണ്ടുപോവുക. സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസിക അവസ്ഥയും സംജാതമാകുന്നതാണ്. എല്ലാ നല്ല ഫലങ്ങളും അനുഭവിക്കുവാൻ രാശിനാഥയായ മൂകാംബിക ദേവിയുടെ അനുഗ്രഹത്തോടൊപ്പം കണ്ടകശനി കാലമായതുകൊണ്ട് ധർമ്മശാസ്താവിനെയും ആഞ്ജനേയ സ്വാമിയെയും വിഷ്ണുമായ സ്വാമി മറ്റ് ചത്തൻ സ്വാമിമാരിൽ ഉപാസനയ്ക്ക് പറ്റിയവരെ തിരഞ്ഞെടുത്ത് ഉപാസന ചെയ്യുന്നത്, പ്രാർത്ഥനാഫലം കൂട്ടുന്നത്, നെയ്ദീപം തെളിച്ച് എല്ലാ കഷ്ടതകളും ഉരിച്ച്, അതായത് നെയ്യ് ഉരുകുന്നത് പോലെ എല്ലാ കഷ്ടതകളും ഇങ്ങനെ അലിഞ്ഞു പോകുന്നത് പോലെ ആ ഒരു ഫീലിംഗ് മനസ്സിൽ വരുന്നത് വളരെ നന്നായിരിക്കും. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ മൂകാംബിക ദേവിയുടെയും സ്വാമിമാരുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം വന്നു ചേരും. സർക്കാർ ജോലിക്കാർക്ക് സ്ഥലം മാറ്റത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇഷ്ടസ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതിനായുള്ള ഏർപ്പാടുകൾ ചെയ്യുക. അതിന് വേണ്ടപ്പെട്ടവരെ കാണുകയും പേപ്പർ വർക്കുകൾ ചെയ്യുകയും ചെയ്യുക. വിനോദയാത്രകൾക്കായി ധാരാളം പണം ചെലവഴിക്കേണ്ടതായി വരും. അതിൽ പണം കരുതി വയ്ക്കുന്നത് നന്നായിരിക്കും. പണയപ്പെടുത്തി ആധാരം തിരച്ചെടുക്കുവാനുള്ള ശ്രമമൊക്കെ തുടങ്ങും. അധ്വാന ഭാരത്താൽ പലപ്പോഴും അവധിയെടുക്കാനുള്ളൊരു സാഹചര്യം വന്നു ചേരും. ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങളും ആശ്രയങ്ങളും പലപ്പോഴും അബദ്ധങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തി തരും. സന്തോഷപൂർണമായൊരു ജീവിതം ഉണ്ടാകുവാൻ പ്രാർത്ഥനകൾ കൂടി ചെയ്യുമ്പോൾ എല്ലാം ശുഭ പര്യവസാനിയായി തീരുന്നതാണ്. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുവാനുള്ള ജാഗ്രതാവസ്ഥ ബന്ധുക്കൾക്കിടയിൽ കാര്യങ്ങളൊക്കെ നന്നായി ചെയ്യുന്നു എന്നുള്ള ഒരു കീർത്തിക്ക് വഴിയൊരുക്കും. സങ്കീർണങ്ങളായ വിഷയങ്ങളാണെങ്കിലും ഒക്കെ സമയോചിതവും യുക്തിപൂർവമായ ഇടപെടലുകളാൽ അനിശ്ചിതാവസ്ഥകളൊക്കെ ഒഴിവാകും. ശത്രുതാ മനോഭാവത്തിലായിരുന്നവരെ പലരും അവരുടെ സ്വാർത്ഥ താല്പര്യ സാധ്യങ്ങൾക്കായി മിത്രങ്ങളാക്കി എന്ന ഭാവത്തിൽ അഭിനന്ദിക്കും. അതായത് ശത്രുതാ മനോഭാവത്തിലായിരുന്ന പലരും അവരുടെ സ്വാർത്ഥ താല്പര്യ സാധ്യങ്ങൾക്കായി മിത്രങ്ങളെന്ന ഭാവത്തിൽ അഭിനയിക്കും. അത് മനസ്സിലാക്കണം. അഭിനയവും ശരിയായുള്ള പ്രവർത്തനവും മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും. അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കണം. മറ്റുള്ളവർ എന്തു വിചാരിക്കുന്നു എന്ന് ആലോചിക്കാതെ യുക്തിപൂർവം അവനവൻ്റെ യുക്തിപൂർവം ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ള ഒരു ആത്മപ്രചോദനമുണ്ടാകും. പ്രവർത്തന തലങ്ങളെല്ലാം തന്നെ വിജയപഥത്തിൽ എത്തിക്കുവാനായിട്ട് കർമ്മോത്സുകരായവരെ നിയമിക്കും. പുതിയ ആത്മബന്ധം ഉടലെടുക്കുമെങ്കിലും ആരെയും അന്ധമായി വിശ്വസിക്കാതിരിക്കുക. സങ്കല്പത്തിനനുസരിച്ച് കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കുന്നതിനാൽ സന്തോഷവും സമാധാനവും ഗ്രഹത്തിൽ നിലനിൽക്കും. ചെയ്യുന്ന പ്രവൃത്തിക്ക് അർഹമായ അംഗീകാരം ലഭിക്കും. സുപ്രധാനങ്ങളായ കാര്യങ്ങൾ തീരുമാനത്തിലെത്തിക്കുവാൻ സാധിക്കും. നിഷേധാത്മകമായ നിലപാടിൽ നിന്നും ഒഴിഞ്ഞു മാറി യാഥാർത്ഥ്യങ്ങളോട് ബന്ധപ്പെട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ള ഉൾപ്രേരണയുണ്ടാകും. പദ്ധതി ആസൂത്രണങ്ങളിൽ ലക്ഷ്യപ്രാപ്തി നേടിയതിനാൽ ഉന്നതാധികാര സ്ഥാനത്തേക്ക് മത്സരിക്കുവാനുള്ള അർഹതയൊക്കെ നേടും. ദിനചര്യാക്രമങ്ങളിലൊക്കെ മാറ്റം വരുത്തുവാൻ തയ്യാറാവും. ദിനചര്യ അതായത് ദൈനംദിന പ്രവർത്തനങ്ങളെ ഒന്നുകൂടി ചിട്ടപ്പെടുത്തും. സഹപ്രവർത്തകർ വരുത്തിവെച്ച അബദ്ധങ്ങളൊക്കെ തിരുത്തുകയും ഭരണ സംവിധാനത്തിൽ മാറ്റങ്ങൾക്കായി ശ്രമിക്കുമ്പോൾ താനും അതിലൊരു അംഗമായി തീരുന്നതായി തോന്നും. എല്ലാവിധ സൗഭാഗ്യങ്ങളും
കർമ്മരംഗത്ത് വരുന്ന എല്ലാവിധ മാറ്റങ്ങളും നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ രാശിനാഥയായ ഭദ്രകാളിയമ്മയുടെ സഹായത്തോടൊപ്പം ശനീശ്വരന്മാരുടെയും കൂടി സഹായമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആവർത്തന വിരസത ഒഴിവാക്കുവാനായി പ്രവർത്തനങ്ങളിൽ ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ വരുത്തും. കർമ്മ മേഖലയിൽ വരുത്തുന്ന മാറ്റങ്ങൾ ഏറ്റവും നല്ല ഫലങ്ങൾ നൽകുവാനായി ഈശ്വര ചിന്തയോടുകൂടി പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തുക. അവധിക്കാലത്ത് വിശേഷപ്പെട്ട ദേവാലയങ്ങളിലൊക്കെ ദർശനം നടത്തുവാനുള്ള ഒരു സാഹചര്യം വന്നു ചേരും. അവധി ദിവസമായതിനാൽ വിശേഷപ്പെട്ട ദേവാലയത്തിൽ സന്ദർശനം നടത്തുവാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അതിനു വേണ്ട ഏർപ്പാടുകൾ ചെയ്യും. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഭൂമി വീണ്ടും അത് ഒന്ന് ക്രയവിക്രയം ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യം വന്നു ചേരും. പാരമ്പര്യ പ്രവൃത്തികളുടെ പ്രാധാന്യം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിനാൽ ആത്മാഭിമാനവും ആശ്വാസവും തോന്നും. കലാകായിക രംഗങ്ങളിൽ വിദഗ്ധ പരിശീലനം നേടും. അതുപോലെ തന്നെ സത്യാവസ്ഥകൾ ബോധിപ്പിക്കുവാൻ അവസരം ലഭിക്കുന്നതിനാൽ വേണ്ടപ്പെട്ടവരുടെ മിഥ്യാധാരണകളൊക്കെ ഒഴിവാക്കുന്നതിന് സഹായിക്കും. അബദ്ധധാരണകളൊക്കെ പൊളിച്ചു കളയുവാനുള്ളൊരവസരം വന്നു ചേരും. പെരുമാറ്റത്തിലുള്ള കർക്കശ മനോഭാവമൊക്കെ ഉപേക്ഷിച്ചിട്ട് സൗമ്യ സമീപനം സ്വീകരിക്കും. അതുവഴി കാര്യങ്ങൾ കൂടുതൽ അർത്ഥപൂർണമായി തീരുകയും ആഗ്രഹ സാഫല്യങ്ങളെല്ലാം നേടുകയും ചെയ്യും. സംശയാസ്പദമായ സാഹചര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കുന്നതിനാൽ സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. പുത്രന്മാരുടെയും പുത്രപൗത്രാദികളുടെയൊക്കെ സംരക്ഷണത്തിനായി ചിലപ്പോൾ വേണ്ട കരുതൽ ധനം പോലെ എന്തെങ്കിലുമൊക്കെ ഇൻഷുറൻസിലൊക്കെ ചേരുന്നത്, അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിലൊക്കെ പണം നിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. ഊഹക്കച്ചവടത്തിൽ നിന്നൊക്കെ പിന്മാറി ദൃഷ്ടിപഥത്തിലുള്ള പ്രവർത്തന മേഖലയ്ക്ക് തുടക്കം കുറിക്കും. കർമ്മരംഗത്ത് വരുത്തുന്ന മാറ്റങ്ങൾ കുടുംബജീവിതത്തിലെ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. സന്താനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനവും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളിൽ എല്ലാവരുമായി ഒരുമിച്ച് ഒരു യാത്ര നടത്തുന്നത് മൂലം കുടുംബത്തിലെ എല്ലാവിധ ദോഷങ്ങളും മാറി സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിലനിന്ന് കിട്ടും. ശനീശ്വരന്മാരുടെ അനുഗ്രഹം കൂടി ഉണ്ടാകുമ്പോൾ എല്ലാം ശുഭപര്യവസാനിയായി തീരുന്നതാണ്. രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ശനീശ്വരന്മാർ കൂടി ശനിയാഴ്ച ആയതുകൊണ്ട് ശനീശ്വര ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത്, യഥാശക്തി വഴിപാടുകളൊക്കെ കഴിക്കുമ്പോൾ എല്ലാം ശുഭപര്യവസാനിയായി തീരും. ഇനി നമുക്ക് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റെടുക്കുന്ന കർമ്മമണ്ഡലങ്ങൾ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുവാനായി ശ്രമിക്കും. അതുപോലെ തന്നെ വിജ്ഞാനം ആർജിക്കുവാനും പകർന്നു കൊടുക്കുവാനുമൊക്കെയുള്ള അവസരം വന്നു ചേരും. ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിനാൽ കുടുംബത്തിലെ അകാരണമായി കലഹങ്ങളൊക്കെ ഒഴിവായി പോകും. വാദ നീർദോഷ പ്രമേഹ രോഗങ്ങൾക്കൊക്കെ വിദഗ്ധ ചികിത്സയും പ്രാണായാമവും വ്യായാമവും ഒക്കെ വേണ്ടിവരും. വാതപിത്ത കഫ രോഗങ്ങളൊക്കെ മാറും. വാദവും പിത്തവും കഫവും ഒക്കെ കൊണ്ട് ബുദ്ധിമുട്ട് വരുന്ന വാദരോഗികൾക്കാണെങ്കിലും അതുപോലെ തന്നെ കഫം കൊണ്ട് ബുദ്ധിമുട്ട് വരുന്നവർക്ക്, സൈനസൊക്കെ പ്രശ്നങ്ങളുള്ളവർക്ക്, പ്രമേഹ രോഗികൾക്കൊക്കെ അവരുടെ കുടുംബത്തിൽ ആ വിദഗ്ധ ചികിത്സ, അതായത് ആയുർവേദമോ ഹോമിയോപ്പതിയോ അല്ലെങ്കിൽ പ്രകൃതി ചികിത്സയോ അല്ലെങ്കിൽ അലോപ്പതി തന്നെയാണെങ്കിലും വിദഗ്ധ ചികിത്സ ചെയ്യുന്നത് മൂലം, പ്രാണായാമവും വ്യായാമവും യോഗയൊക്കെ ചെയ്യുന്നത് മൂലം ആ രോഗങ്ങൾക്കൊക്കെ ഒരാശ്വാസം വരും. അതുപോലെ ഈശ്വര പ്രാർത്ഥനകളാൽ പരീക്ഷയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അല്ലെങ്കിൽ അഡ്മിഷനൊക്കെ ഇൻ്റർവ്യൂവിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്ക് അവരുടെ പ്രാർത്ഥനയുടെ സഹായത്താൽ അവർക്ക് ആ പരിശീലനമോ അതുപോലെ തന്നെ ആ ഇൻ്റർവ്യൂവിനെയൊക്കെ നല്ല രീതിയിൽ നേരിടുവാനുള്ള ഒരു ആത്മധൈര്യം ലഭിക്കും.
പണം മുൻകൂട്ടി ചെലവാക്കിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും ഒന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് നല്ലതാണ്. പണം ചെലവഴിക്കുവാനുള്ള ദൈവാധീനം അല്പം കുറഞ്ഞിരിക്കുന്ന വ്യാഴം 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് അല്പം ദൈവാധീനം കുറഞ്ഞിരിക്കുന്ന ഈ അവസരത്തിൽ ധനനഷ്ടം വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രാർത്ഥനയുടെ അളവ് കൂട്ടുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിൽപ്പനോദ്ദേശം മനസ്സിൽ കരുതി വാങ്ങിയ ഭൂമിക്ക് പ്രതീക്ഷിച്ചതിലുപരി ലാഭമുണ്ടാകുമ്പോൾ അത് വിൽപ്പനയ്ക്ക് തയ്യാറാവുന്നത് നന്നായിരിക്കും. പ്രായോഗിക വശം ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ മാർഗതടസ്സങ്ങൾ നീങ്ങി ഉദ്ദേശിച്ച കാര്യപ്രാപ്തിയിലേക്ക് എത്തുവാൻ സാധിക്കും. അസുഖങ്ങളൊക്കെ മാറിക്കിട്ടും. ശനീശ്വരനെയും ധർമ്മശാസ്താവിനെയും ആഞ്ജനേയ സ്വാമിയെയും വിഷ്ണുമായ സ്വാമിയും മറ്റ് ചത്തൻ സ്വാമിമാരെയൊക്കെ ഓരോരുത്തരും അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് പ്രാർത്ഥിക്കുന്നത് വഴി പ്രാർത്ഥനാഫലം കൂടുതൽ ലഭിക്കുന്നതാണ്. കുടുംബാംഗങ്ങളിൽ നിന്നും കുടുംബാംഗങ്ങളുടെ മനസ്ഥിതി മനസ്സിലാക്കി അവരുമായി ഒരു ഐക്യം നിലനിർത്തിക്കൊണ്ടുപോകാൻ കുടുംബയോഗങ്ങളിലൊക്കെ പങ്കുചേരുന്നതും കുടുംബാംഗങ്ങളുടെ അഭിപ്രായത്തെ മാനിക്കുന്നതും കുടുംബ അന്തരീക്ഷം ശാന്തമായി തീരുന്നതിന് സഹായകമാകും. അനുഭവജ്ഞാനവും പ്രവൃത്തി പരിചയമുള്ള അവരുടെ അതായത് അഭിപ്രായ വ്യത്യാസം തന്ത്രപൂർവം പരിഹരിക്കുവാനായിട്ട് ശ്രമിക്കും. അനുഭവജ്ഞാനവും പ്രവൃത്തി പരിചയമുള്ളവരുടെ നിർദ്ദേശവും ഉപദേശവും ഒക്കെ സ്വീകരിച്ച് പുതിയ കർമ്മ പദ്ധതിക്ക് രൂപകൽപ്പന ചെയ്യും. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസുകളോടുകൂടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും വിജയത്തിൽ എത്തിക്കും. ആ വിജയം നിലനിർത്തി കൊണ്ടുപോകാൻ രാശിനാഥനായ ശനീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ തയ്യാറാകുന്നത് ആശ്വാസത്തിനും സമാധാനത്തിനും വഴിയൊരുക്കും. പുനഃപരീക്ഷയിലൂടെ വിജയശതമാനം കുറഞ്ഞിരിക്കുന്നവർക്ക് വിജയശതമാനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരുവാനുള്ള യോഗവും ലഭിക്കും. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതിനാൽ പ്രവർത്തനക്ഷമതയും ജനസ്വാധീനവും കാര്യനിർവഹണ ശക്തിയും ആത്മവിശ്വാസവും ഒക്കെ വർദ്ധിക്കും. സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തും. ഉന്നതാധികാരി സിദ്ധി ലഭിക്കുന്നതിനാൽ ജീവിതഗതിയിൽ തന്നെ മാറ്റങ്ങൾ വന്നു ചേരും. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായ വ്യാപാര വിപണന വിതരണ വ്യവസായങ്ങളൊക്കെ ആരംഭിക്കും. നിർത്തിവെച്ച കർമ്മപദ്ധതികൾ പുനരാരംഭിക്കും. അറിയാതെ ചെയ്തുപോയ തെറ്റുകൾ തിരുത്തുവാനുള്ള അവസരം വന്നു ചേരും. ഏറ്റെടുത്ത കരാറുകളൊക്കെ ആ കരാർ ജോലിയൊക്കെ പൂർത്തീകരിച്ച് പുതിയ കരാർ ജോലി ഏറ്റെടുക്കും. മഹത് വ്യക്തികളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ ശ്രമിക്കും. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതി ഉണ്ടാകും. വലിയ വാഹനമൊക്കെ വാങ്ങണമെന്ന ആ സ്വപ്നമൊക്കെ യാഥാർത്ഥ്യമായി തീരും. അതിനുള്ള അവസരം വന്നു ചേരും. ബന്ധുക്കൾ തമ്മിലുള്ള തർക്കങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുവാനായി സാധിക്കും. രാശിനാഥനായ ശനീശ്വരൻ്റെ അനുഗ്രഹത്താൽ ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുന്ന പോലെ വിഷ്ണുമായ സ്വാമി, കരിങ്കുട്ടി സ്വാമി, മറ്റ് ചത്തൻ സ്വാമിമാരെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാം ശുഭ പര്യവസാനിയായി തീരുന്നതാണ്. 5-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യും. സന്താനങ്ങളെ കൊണ്ടും സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ സാധിക്കും. തീർച്ചയായും ഈ ദിവസം ഒരു ദിനമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബന്ധുക്കൾ തമ്മിലുള്ള തർക്കങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുന്നതാണ് നല്ലത്. ഗൗരവമുള്ള വിഷയങ്ങൾ തനതായ അർത്ഥതലങ്ങളോടുകൂടി ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുവാൻ കഠിന പ്രയത്നം ആവശ്യമായി വരും. അതിന് തയ്യാറാവുന്നത് വഴി കർമ്മ മേഖലയിൽ കൂടുതൽ അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും എല്ലാം ഒന്നൊന്നായി സഫലതയിലെത്തും.
അതുപോലെ തന്നെ വൈവിധ്യങ്ങളായ വിഷയങ്ങളിൽ പ്രവർത്തിക്കുവാനുള്ള അവസരവും വന്നു ചേരും. അങ്ങനെ അവസരങ്ങൾ വന്നു ചേരുമ്പോൾ ആത്മാഭിമാനം വർദ്ധിക്കും. അന്യരുടെ പണവും സ്വന്തം ആശയവും സമന്വയിപ്പിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ലക്ഷ്യപ്രാപ്തിയിലെത്തും. അതുപോലെ തന്നെ സ്വതസിദ്ധമായ ശൈലി പലർക്കും മാതൃകാപരമായി എന്നറിയുന്നതിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും. ഇച്ഛാജ്ഞാന ക്രിയാശക്തികൾ സമന്വയിപ്പിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ലക്ഷ്യപ്രാപ്തിക്ക് വരും. ലളിതാ സഹസ്രനാമത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ഒരുമിച്ച് സമന്വയിപ്പിച്ച് പ്രവർത്തിക്കുവാൻ ശ്രമിക്കുന്നത് മൂലം വിജയസാധ്യത അല്ലെങ്കിൽ ലക്ഷ്യപ്രാപ്തി കൈവരും. ഗ്രഹോപകരണങ്ങൾ മാറ്റിവാങ്ങാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നടപ്പിലാക്കിയ ഗ്രഹോപകരണങ്ങളൊക്കെ മാറ്റിവാങ്ങും. വേണ്ട പഴയതെല്ലാം ഒന്ന് മാറ്റിയിട്ട് പുതിയ അത് വാങ്ങുവാനുള്ള ശ്രമമൊക്കെ നടത്തും. അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഓഫീസിലൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കും. അതുപോലെ പ്രവർത്തന ശൈലിയിലൊക്കെ കാലോചിതമായ മാറ്റങ്ങൾ അല്ലെങ്കിൽ പരിഷ്കാരങ്ങൾ വരുത്തുവാൻ നിർബന്ധിതനാകും. അഭിമാനാർഹമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നതിനാൽ മേലുദ്യോഗസ്ഥരുടെയൊക്കെ അംഗീകാരവും പ്രശസ്തിയും ഒക്കെ ലഭിക്കും. ദിവസം കൂടുതൽ അർത്ഥപൂർണമായി തീരാൻ സന്താനങ്ങളുടെ കാര്യത്തിലും അതുപോലെ രക്ഷിതാക്കളുടെയും കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് കുടുംബ യോഗങ്ങളിൽ പങ്കുചേരുക, അല്ലെങ്കിൽ കുടുംബ പൂജയിൽ പങ്കുചേരുക, കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഉപാസനാ ബലം കൂട്ടുന്നതിന് വേണ്ടി ഉപാസനാമൂർത്തിക്ക് കവളാചാരപ്രകാരമൊക്കെയുള്ള നിവേദ്യമൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥനകൾ നടത്തുമ്പോൾ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യവും നിലനിന്ന് കിട്ടുന്നതാണ്. സൗഭാഗ്യങ്ങൾ നിലനിന്ന് കിട്ടുവാനായി ഒരു നല്ല ദിവസമായി തീരട്ടെ. എല്ലാ സൗഭാഗ്യങ്ങളും നിലനിന്ന് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 27 നക്ഷത്രക്കാർക്കും ഒരു ശുഭദിനമായി തീരട്ടെ. ആഞ്ജനേയ സ്വാമിയുടെയും ധർമ്മശാസ്താവിൻ്റെയും അതുപോലെ വിഷ്ണുമായ സ്വാമി, കരിങ്കുട്ടി സ്വാമി, മറ്റ് ചത്തൻ സ്വാമിമാരുടെ അനുഗ്രഹത്താൽ രാഹുകേതും ഏറ്റവും കൊണ്ടുണ്ടായ അതുപോലെ ഏത് ശനിദോഷം അനുഭവിക്കുന്നവർക്കും കരിനീലയോ കറുപ്പോ വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് ശനിയെ വേണ്ട രീതിയിൽ ആചരിക്കുമ്പോൾ എല്ലാവർക്കും അവരുടെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടന്നു കിട്ടുവാൻ സാധിക്കുന്ന ഒരു ശുഭദിനമാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.